നിലമ്പൂരിൽ സസ്പെൻസുകൾക്ക് വിരാമമായിരിക്കുന്നു. തൃണമൂൽ സ്ഥാനാർത്ഥിയായി PV അൻവർ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കും. ദേശീയ നേതൃത്വം ചിഹ്നം അനുവദിച്ചു നൽകിയിട്ടുണ്ട്. തൃണമൂലിന്റെ ആദ്യ സംഘം ഇന്ന് കേരളത്തിലെത്തും. അൻവറിന്റെ വാർത്താ സമ്മേളനം ഉടനുണ്ട്. വിവരങ്ങളുമായി അഷ്കർ അലി കരിമ്പ, R ഋഷിപാൽ, VS രഞ്ജിത്ത്, നോബിൾ മാരിക്കാരൻ എന്നിവരാണ് നമുക്കൊപ്പം ചേരുക. ആദ്യം അഷ്കർ അലി കരിമ്പയിലേക്ക്. അഷ്കർ അലി കരിമ്പ, നിലമ്പൂരിലെ മത്സര ചിത്രം തെളിഞ്ഞിരിക്കുന്നു. ഒടുവിൽ BJP സ്ഥാനാർത്ഥി കൂടിയായി PV അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി തൃണമൂലിന്റെ ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുമെന്നുള്ള വിവരമാണ് നമ്മൾ ഇന്ന് പ്രേക്ഷകരെ അറിയിച്ചിരിക്കുന്നത്. തൃണമൂലിന്റെ ആദ്യ സംഘം ഇന്ന് നിലമ്പൂരിൽ എത്തുമെന്നും അറിയാൻ സാധിക്കുന്നു. വാർത്താ സമ്മേളനം 11 മണിക്കാണ്. എന്തായിരിക്കും പ്രധാനമായും PV അൻവർ വാർത്താ സമ്മേളനത്തിലൂടെ താൻ ഇന്നലെ പറഞ്ഞതിന്റെ തുടർച്ചയായി പറയാൻ സാധ്യതയുള്ളത്? എന്തുകൊണ്ട് PV അൻവർ മത്സര രംഗത്തേക്ക് വരുന്നു എന്നുള്ള കാര്യത്തിലുള്ള പ്രതികരണം തന്നെയായിരിക്കും പക്ഷേ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ PV അൻവർ കൂടിക്കാഴ്ച, അത് ഇന്ന് രാഷ്ട്രീയ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തൊരു വിഷയമായി ആ കൂടിക്കാഴ്ച മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് UDF-ഉമായുള്ള എല്ലാ വാദനകളും ചർച്ചകളും അടഞ്ഞു എന്ന് PV അൻവറും UDF നേതൃത്വവും പറഞ്ഞു വെച്ചതിന് ശേഷം നടന്ന ആ കൂടിക്കാഴ്ചയിൽ എന്താണ് PV അൻവറിന് പറയാനുള്ളത് എന്നതും ഏറ്റവും പ്രധാനമാണ്. മാത്രമല്ല, ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടതുപക്ഷത്തിന്റെ പ്രചാരണത്തിനായി ഇല്ലെങ്കിൽ LDF കൺവെൻഷന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിലമ്പൂരിലേക്ക് എത്തുന്നു. പിണറായി സത്തിനെതിരെ മുദ്രാവാക്യം മുഴക്കിയാണ് PV അൻവർ തെരഞ്ഞെടുപ്പിൽ തന്നെ ഒരുങ്ങുന്നത്. അപ്പോൾ ഈ വിഷയങ്ങളിലൊക്കെ തന്നെയുള്ള PV അൻവറിന്റെ പ്രതികരണം നിർണായകമാകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൃണമൂൽ സ്ഥാനാർത്ഥിയായി PV അൻവർ മത്സരത്തിൽ ഇറങ്ങുന്നതിന്റെ സാഹചര്യം പശ്ചാത്തലമാണ്. എന്തായാലും ഇന്ന് തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ആദ്യ സംഘം, അഥവാ ഈ കേരളത്തിന്റെ സംഘടനാ ചുമതലയും അതുപോലെ തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ചുമതലയും എല്ലാം ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം ചുമതലപ്പെടുത്തിയിരിക്കുന്നത് തൃണമൂലിന്റെ രാജ്യസഭ MP യും രാജ്യസഭാ പാർലമെന്ററി നേതാവ് കൂടിയായിട്ടുള്ള ഡെറിക് ഒബ്രയാനാണ്. ഡെറിക് ഒബ്രയാന്റെ കൂടെയുള്ള അവരുടെ തൃണമൂൽ കോൺഗ്രസിന്റെ തന്നെ വക്താക്കളിൽ ഒരാളായിട്ടുള്ള ബോറിസ് ആണ് ഇന്നിപ്പോൾ കേരളത്തിലേക്ക് എത്താൻ പോകുന്നത്. അത് എത്തുന്നത് ഒരു ഉദ്യമത്തോടു കൂടി തന്നെയാണ്. അഥവാ PV അൻവറിന് ദേശീയ നേതൃത്വം പാർട്ടി ചിഹ്നം അനുവദിച്ചു നൽകിയിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചിഹ്നമായിട്ടുള്ള പുല്ലും പൂവും എന്ന് പറയുന്ന ചിഹ്നത്തിൽ തന്നെയായിരിക്കും PV അൻവർ മത്സരിക്കാൻ പോകുന്നത്. ആ ചിഹ്നം അനുവദിച്ചുകൊണ്ടുള്ള അതിന്റെ രേഖയുമായിട്ട് കൂടിയാണ് തൃണമൂലിന്റെ ആദ്യ സംഘം ഇന്ന് കേരളത്തിലേക്ക് എത്താൻ പോകുന്നത്. അപ്പോൾ PV അൻവർ കളത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് ഇനി ബാക്കി നിൽക്കുന്നത്. ദേശീയ നേതൃത്വം ഇന്ന് അവർ ഔദ്യോഗിക എക്സ് ഹാൻഡിലൂടെ തന്നെ അത് പ്രഖ്യാപിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നാളെ തന്നെ PV അൻവറുടെ നാമനിർദ്ദേശ പത്രിക കൂടി സമർപ്പിക്കും. അങ്ങനെയെങ്കിൽ കൃത്യമായ ഒരു ത്രികോണ മത്സരമാണ് BJP സ്ഥാനാർത്ഥിയോട് വന്നതോടെ ഒരു ചതുർക്കോണ മത്സരത്തിലേക്കുള്ള പശ്ചാത്തലം നിലമ്പൂരിൽ ഒരുങ്ങുന്നു. ആര് കരുത്ത് തെളിയിക്കുമെന്നറിയാനുള്ള കാത്തിരിപ്പ് മാത്രമാണ് ഇനി ബാക്കി. വീറും വാശിയും എന്തായാലും ഇത്തവണ നിലമ്പൂരിൽ കുറവുണ്ടാകില്ല എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇടത് വലത് മുന്നണികളുടെ വോട്ടുകളൊക്കെ തന്നെ ഇല്ലെങ്കിൽ PV അൻവറുടെ വോട്ടുകളൊക്കെ തന്നെ ആരൊക്കെ പങ്കിടും എന്നുള്ളതും നിർണായക ചോദ്യമാണ്. പ്രത്യേകിച്ച് PV അൻവർ മത്സരത്തിലിറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദിക്കപ്പെടുന്ന ചോദ്യം അതാണ്. അഥവാ ഭരണവിരുദ്ധ തരംഗമുണ്ടെങ്കിൽ അതിൻ്റെ വോട്ട് ചൗക്കത്തിന് ലഭിക്കുമോ, അൻവറിന് ലഭിക്കുമോ? UDF-ലുണ്ടാവുന്ന അഭിപ്രായ ഭിന്നതകളുടെ വോട്ട് അത് PV അൻവറിന് ലഭിക്കുമോ അതോ സ്വരാജിന് ലഭിക്കുമോ? അങ്ങനെ വ്യത്യസ്തമായ ചോദ്യങ്ങൾ നിലനിൽക്കുന്നു. അതിനോടൊപ്പം തന്നെ വന്യജീവി സംഘർഷം, നിലമ്പൂർ ബൈപ്പാസ്, നിലമ്പൂർ ജില്ലാ ആശുപത്രി, അങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നുണ്ട് നിലമ്പൂർ മണ്ഡലത്തിൽ. ഈ വിഷയങ്ങളിലൊക്കെ തന്നെ ആർക്കായിരിക്കും അതിൻ്റെ ഗുണവും ദോഷവും എന്നുള്ള അതറിയാനുള്ള സമയമാണ് ഇനി ബാക്കി നിൽക്കുന്നത്. എന്തായാലും 19-ന് നിലമ്പൂർ ജനത വിധിയെഴുത്തുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തിന് കൂടിയുള്ള വിധിയെഴുത്താണ് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. കാരണം ഇത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സെമി ഫൈനലാണ്, ട്രയൽ റണ്ണാണ്. ഈ ട്രയൽ റണ്ണിൽ വിജയിച്ചു വരിക എന്നുള്ളത് ഇരു മുന്നണികൾക്കും അനിവാര്യമാണ്. അവിടെയാണ് PV അൻവർ കൂടി കളത്തിലിറങ്ങുമ്പോൾ അത് ആർക്കാണ് അൻവർ ഒരു വിലങ്ങ് തടിയാവുക എന്നുള്ള കാര്യം കൂടി മുന്നോട്ട് വരുന്നത്.